നമ്മൾ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടാക്കിയാലും എന്തൊക്കെ വെറൈറ്റി വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഇളനീർ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു ഡെസേർട്ടിൻ്റെയോ ജ്യൂസിൻ്റെയോ ടേസ്റ്റ് വേറെ ഒന്നിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഇളനീർ വെച്ചിട്ടുള്ള ഒരു ഫലൂദയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഇളനീറിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇളനീറിൻ്റെ വെള്ളം, അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കട്ടെ. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനി ഞാനൊരു ഇളനീറിൻ്റെ പൾപ്പിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിന്നെ കുറച്ച് കസ്കസ് വേണം, കുറച്ച് സേമിയ വേണം, പിന്നെ കുറച്ച് നട്ട്സ് വേണം. പിന്നെ ഞാനിവിടെ യൂസ് ആക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാറ്റ ന്യൂട്രിക്കോൻ്റെ നാച്ചുറൽ കോക്കനട്ട് ജെല്ലിയാണ് കേട്ടോ. ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആണ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ കിട്ടും കേട്ടോ. അതുമാത്രമല്ല നമ്മൾക്ക് ഈ ജലാറ്റിനും അതുപോലെ ചൈന ഗ്രാസൊക്കെ മെൽറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ നമ്മൾ ജെല്ലി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒരു പാക്കറ്റൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡെസേർട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ആക്കിക്കോ, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കിനി ഫലൂദ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് നട്ട്സും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇളനീറിൻ്റെ പൾപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ജെല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലനായിട്ടുള്ള ഇളനീർ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴായാലും അതുപോലെ തന്നെ ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.